പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, നാടൻ പാട്ടിലെ മൈന, നാരായണ കിളി മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന. മനസ്സിലെ മച്ചകവാതിൽ പിച്ചകവാതിൽ തുറക്കും, മയങ്ങുന്ന കുത്തുവിളക്കും മുത്തുവിളക്കും കൊളുത്തും. മനസ്സിലെ മച്ചകവാതിൽ പിച്ചകവാതിൽ തുറക്കും, മയങ്ങുന്ന കുത്തുവിളക്കും മുത്തുവിളക്കും കൊളുത്തും. ഇരുട്ടിൻ കൺപിലെ ചോടി ശില്പങ്ങൾ സ്വപ്നങ്ങൾ എന്നെ മറന്നാലോ അന്നു മറന്നാലോ. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന. കൈനകം കൊണ്ട് തുടിക്കും, ഞരമ്പിലെ ചൂടുകൾ നൽകും, ചുംബനം നൽകും, വിടർത്തും. കിനാവിലെ കീർത്തന കമ്പികൾ കൈനകം കൊണ്ട് തുടിക്കും, ഞരമ്പിലെ ചൂടുകൾ നൽകും, ചുംബനം നൽകും, വിടർത്തും. വികാരം നാദമായി മാറ്റും മൗനങ്ങൾ മോഹങ്ങൾ എന്നെ മറന്നാലോ അന്നു മറന്നാലോ. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന. ഇരുണ്ടൊരു ചക്രവാളത്തിൽ കാഞ്ചന സൂര്യൻ ഉദിക്കും, ഇതുവരെ പുതു കാണാത്തൊരു പൗർണമി തിങ്കൾ ചിരിക്കും. ഇരുണ്ടൊരു ചക്രവാളത്തിൽ കാഞ്ചന സൂര്യൻ ഉദിക്കും, ഇതുവരെ പുതു കാണാത്തൊരു പൗർണമി തിങ്കൾ ചിരിക്കും. വെളിച്ചം തെളിവിടക്കും തീരങ്ങൾ യാമങ്ങൾ എന്നെ മറന്നാലോ അന്നു മറന്നാലോ. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, നാടൻ പാട്ടിലെ മൈന, നാരായണ കിളി മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന. കീർത്തി, എന്തോ നല്ല രസമുണ്ടായിരുന്നു. നല്ല സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര റെട്രോ ലുക്കിൽ വന്നിട്ട്. വയ്യേ നിനക്ക്? കുഴപ്പമില്ല, പക്ഷെ ഒരു ഡ്രൈനെസ് ഉണ്ട് വോക്കല്ലോ. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ മഞ്ജരി ചേച്ചിയും കീർത്തിയും ഏകദേശം ഒരുപോലത്തെ സാരി. അതെന്താ വരാത്തത് ഞാൻ കാത്തിരിക്കുന്നു. ചേച്ചിയും ശ്രദ്ധിച്ചു അല്ലേ അത്? ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേച്ചി സുന്ദരി, എന്തോ അസലായി. താങ്ക് യു. എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പാട്ട് ഡീറ്റെയിൽസ് പറയൂ. ഇത് രാഗം എന്ന മൂവിയിലെ പാട്ടാണ്. എത്ര മനോഹരമായ പാട്ടുകളല്ലേ ഈ പടത്തില്. മൈ ഗോഡ്. പറയൂ. മ്യൂസിക് ചെയ്തേക്കുന്നത് സലിൽ ചൗധരി സാറാണ്. ലിറിക്സ് എഴുതിയേക്കുന്നത് വയലാർ രാമവർമ്മ സാറാണ്. പിന്നെ പാടിയത് വാണിയമ്മ. ബ്യൂട്ടിഫുൾ. മോളോ, ഈ പാട്ട് എങ്ങനെ പാടിയെന്ന് ചോദിച്ചാല് നന്നായി പാടി. ചില ഭാഗങ്ങളിൽ എനിക്ക് കുറച്ച് സ്ട്രെയിൻ ഉള്ള പോലെ തോന്നി. ഡ്രൈ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് വോയിസ് സ്ട്രെയിൻ ആവുമല്ലോ. ആദ്യമൊക്കെ പാടി വന്ന് ചില ഭാഗങ്ങൾ വരുമ്പോൾ കുറച്ചൊന്ന് ആ ഒരു ഡ്രൈനെസ് കാരണമാണെന്ന് തോന്നുന്നു. ആ ഒരു എന്താ പറയുക സ്ട്രെയിൻ പോലെ നമുക്ക് തോന്നുന്നത്. ചില ഭാഗത്ത് വോയിസ് കട്ടായിപ്പോയി. അപ്പോൾ അത് ഡ്രൈനെസ് കൊണ്ടായിരിക്കും. അത് മോസ്റ്റ്ലി നന്നായി തന്നെ പാടി. എനിക്ക് പേഴ്സണലി കീർത്തി ഇതിന് മുന്നേ പാടിയ പാട്ടാണ് കുറച്ചുകൂടി കീർത്തിയുടെ ഒരു വോയിസിന് എനിക്ക് തോന്നി സൂട്ടബിൾ ആണെന്ന് തോന്നിയത്. ദിസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആ ഫസ്റ്റ് പല്ലവി അനുപല്ലവി ചരണമൊക്കെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. താങ്ക് യു മാം. എന്തായാലും മോള് കീർത്തി, ദിസ് വാസ് എ വെരി ഗുഡ് സോങ് സെലക്ഷൻ. താങ്ക് യു മാം. പക്ഷേ ഈ വോയിസിൻ്റെ ഒരു ഡ്രൈനെസ് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്നൊരു ക്രാക്ക്, ഒരു സ്ട്രെസ് ഫീൽ ചെയ്തത്. ചില കണക്ഷൻസ് ഒക്കെ ഒന്ന് വിട്ടുപോയി. അല്ലാതെ മോള് നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ, ഒരു എന്താണ് ശരീരത്തിന് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് വയ്യാത്ത ഒരു ഫീലായിരുന്നു മൊത്തം എനിക്ക് ഫീൽ ചെയ്തത്. ആ തൊട്ട് തുടങ്ങിയിട്ടുണ്ടത് ആദ്യം അവസാനം ആയപ്പോഴത്തേക്ക് അത് കൈവിട്ട് പോയി. അറിയാമല്ലോ. അറിയാം സാർ. ഇപ്പം ഈ ഒരു വയ്യാത്ത അവസ്ഥയിൽ 3 ചരണമുള്ളൊരു പാട്ട്. പക്ഷെ എന്ത് രസമുള്ള കോമ്പസിഷനാണ്. പക്ഷെ ഒരു നിവൃത്തിയില്ല. ആ അനുപല്ലയുടെ ഇടയ്ക്കൊക്കെ തകന്തികൻ തക്കയോ ഇതൊക്കെ എന്ത് രസമാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് വായിച്ച ഫ്ലൂട്ട് വായിച്ച ആള് മനോഹരമായിട്ട് വായിച്ചു കേട്ടോ. നമ്മുടെ ഓർക്കസ്ട്ര പറയേണ്ട കാര്യമില്ല. സൂപ്പർ, ബ്യൂട്ടിഫുൾ. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ ശരീരം നോക്കിക്കൊള്ളുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. അപ്പോൾ ശരീരം നോക്കിക്കൊള്ളുക. ഓക്കെ സർ. നന്നായിട്ട് തന്നെ പാടി. അത് പക്ഷേ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടാത്തത് ഈ ഒരു തൊണ്ട നമ്മുടെ കൂടെ നിൽക്കാത്തതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക, നന്നായിട്ട് പാടി. താങ്ക് യു സർ. സ്ട്രെയിൻ്റെ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം പല ഭാഗങ്ങളും ഒരു ഇപ്പം പ്രത്യേകിച്ച് ഫസ്റ്റ് ആ ഒരു ഹമ്മിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടെ വന്നാലോ കഴിഞ്ഞിട്ടുള്ള ഒരു അതും കുറച്ചൊന്ന് ഒരു ഡിസ്റ്റോർട്ടഡ് എന്നുള്ള രീതിയിലേക്ക് പോയി. എപ്പോഴും ഭയങ്കര ചിയർഫുള്ളും ഭയങ്കര പ്ലേഫുള്ളും ആയിട്ടുള്ള ഒരു സോങ്ങാണ്. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു പാട്ടാണ്. അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ടൈം കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, അത്രേ ഉള്ളൂ കീർത്തി. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കും. ശരത് സർ. 8.6 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, കീർത്തി, എന്തു സർ? ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിനെക്കാളും നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വരാം. അതിനൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ 1.1 കൂടെ ഞാൻ കൂടുതൽ തരുന്നു. അപ്പോൾ 8.7. 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. തുടങ്ങി ഗാനക്കൂടത്തില് മാർക്ക് വേണ്ടേ? വേണം. ഇതും കൂടെ ആഡ് ചെയ്താലേ കരച്ചില് മാറും. വേണം എല്ലാവർക്കും കൂടെ വേണ്ടേ? നിങ്ങൾ ചേർന്നല്ലേ സാരി നിങ്ങൾ ഒന്നായി. കല്യാണം കഴിഞ്ഞു. കരച്ചിൽ. കീർത്തിക്കുട്ട, കീർത്തിയുടെ നല്ലതായിരുന്നുടാ പെർഫോമൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഈ സ്ട്രെയിൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നല്ലോ, ഇത്രേ ഉള്ളൂ. ഇതാ സുരക്ഷിതമായ ഒരു ഭാവി കീർത്തിക്ക് ഞാൻ ഈ ഗാനക്കൂടത്തിലേക്ക് സമ്മാനിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.3. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.